തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് തൃപ്രയാർ റൂട്ടിലുള്ള പെരുവനം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ക്ഷേത്രമാണിത്. പെരുവനം എന്ന പേര് വരാൻ കാരണം പെരിയ വനം എന്ന പേരിൽ നിന്നാണ് പെരുവനം ഉണ്ടായതെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ആദ്യം കാണുന്നത് ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെ തൊഴുതതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആൽമരത്തിൽ പ്രദക്ഷിണം ചെയ്യണം. അതിനുശേഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. മാടത്തിലപ്പൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ എന്ന് പറയുന്നത് മാടത്തിലപ്പൻ്റെയാണ്. ഏകദേശം 30 അടിയോളം ഉയരം വരും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇരട്ടപ്പൻ്റെയാണ്. 2 ശിവലിംഗമുള്ള പ്രതിഷ്ഠ ആയതുകൊണ്ടാണ് ഇരട്ടപ്പൻ എന്ന് പറയുന്നത്. മാടത്തിലപ്പനെയും ഇരട്ടപ്പനെയും കൂടാതെ ഗണപതി, പാർവതി, രക്തേശ്വരി, മണികണ്ഠൻ, പൂരു മഹർഷി എന്നിവയുടെയും പ്രതിഷ്ഠകളുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്രകുളം. തൊടുകുളം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് ചുറ്റും ധാരാളം വയലുകൾ കാണാൻ പറ്റും. പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് വേറെയും പല ക്ഷേത്രങ്ങളും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്. ഇവിടെയാണ് പെരുവനം പൂരം നടക്കുന്നത്. പണ്ട് 28 ദിവസം നീണ്ടു നിന്നിരുന്ന ഉത്സവമായിരുന്നു. പിന്നെ പല കാരണത്തുകൊണ്ട് അത് ഇല്ലാതെയായി. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പെരുവനം പൂരം നടത്തി വരുന്നത്. ഈ പൂരം വരുന്നത് മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിൻ്റെ അന്നാണ്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് പെരുവനം പൂരം.